സഹപാഠിയുമായി അടുത്തത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനിടെ എതിർത്തതോടെ ഭർത്താവിനെ കൊല്ലാൻ ഗൂഢാലോചന. കണ്ണൂരിൽ വെടിയേറ്റ് മരിച്ച ബിജെപി നേതാവിൻ്റെ ഭാര്യ അറസ്റ്റിൽ. ഇതിപ്പോൾ രാഷ്ട്രീയമൊന്നും നോക്കണ്ട. എന്നുവെച്ചാൽ ഇപ്പോൾ തന്നെ ഒരുപാട് അഭീതങ്ങളാണ് എല്ലായിടത്തും. കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞു, കുഞ്ഞിനെ ഉപേക്ഷിച്ച് വേറെ ആരുടെ കൂടെ പോയി, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ സ്ഥലത്തെങ്ങാണ്ട് ജിമ്മ് ട്രെയിനറുടെ കൂടെ പ്രണയത്തിലായി, അതിനുശേഷം ഭർത്താവിനെ കൊന്നു കളഞ്ഞു. ഒരുപാട് കുറച്ചും പോയി എന്തോ ആരുടെയൊക്കെ കൊണ്ട് അസ്ഥി എങ്ങാണ്ട് വെച്ച് വീപ്പയിലൊക്കെ വെച്ച് ഈ ഇന്ത്യയിൽ നടന്ന സംഭവമാണത്. ഓരോ ദിവസം ഒരു പേടിയൊക്കെ തന്നെയാണ്. എന്നൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കാൻ പോണത്? ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കിയാൽ പഴയ പ്രേമമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കുടുംബജീവിതത്തിലേക്ക് കിടന്ന് പിള്ളേരൊക്കെ ആയി അവരൊക്കെ നോക്കി ജീവിക്കുകയല്ലേ വേണ്ടത്. അതാണായാലും ശരി പെണ്ണായാലും ശരി. വെറുതെ എന്തിനാ മൂന്നാമതിനോട് വലിച്ചു വെച്ച് നമ്മളെ വിശ്വസിച്ച്, അത് ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ, അവരെ വഞ്ചിച്ച് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇപ്പോൾ ഈ രാഷ്ട്രീയം ഞാൻ പറയണില്ല, ഈ ബിജെപി നേതാവ് അങ്ങനെയൊന്നുമില്ല. പല സംഭവങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിനാണ് ഈ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ സംസാരിച്ച് തീർക്കുക. പഴയ കാമുകനെയൊക്കെ കണ്ട് വീണ്ടും എടുക്കാൻ പോയി, നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്, ഒരു ഭർത്താവുണ്ട്, ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ജീവിക്കാം. അതാണായാലും ശരി, അത് പെണ്ണായാലും ശരി. എന്തായാലും ഇപ്പം ഇത് മൂന്നാമതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കുടുംബം മാത്രം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവിടുത്തെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സുമാണ് ഈ ബന്ധത്തിലേക്ക് പോകുക. ഭർത്താവ് ഉള്ളപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഭർത്താവായാലും ശരി അത് ഭാര്യ ആയാലും ശരി, ഇങ്ങനെ അവിധം കാണിക്കുന്നത് വളരെ വളരെ തെറ്റാണ്.